നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂർ എന്ന് MP സ്ഥാനം രാജിവെക്കും? ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം അതാണ്. ശശി തരൂർ തിരുവനന്തപുരം MP സ്ഥാനം രാജിവെച്ച് വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ശ്രുതി വ്യാപകമായിട്ടുണ്ട്. പലയിടങ്ങളിലും ഇത്തരം ഒരു ചർച്ച ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. ശശി തരൂരിന് ഇനി കോൺഗ്രസിൽ നിൽക്കാൻ സാധ്യമല്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരസഭയിൽ BJPക്കുണ്ടായ വിജയത്തെ അനുമോദിച്ചുകൊണ്ട് ട്വീറ്റിടുകയും അതിനെ പരസ്യമായി പ്രകീർത്തിക്കുകയും ചെയ്ത ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് MPമാരുടെ മീറ്റിങ്ങിലും ശശി തരൂർ പങ്കെടുക്കുകയുണ്ടായില്ല. വ്ളാദിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വിരുന്ന് നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ ആരെയും, രാഹുൽ ഗാന്ധിയെയോ മല്ലികാർജ്ജുന ഖാർഗെയെയോ നരേന്ദ്രമോദി വിളിച്ചില്ല. വിളിച്ചത് ശശി തരൂരിനെ മാത്രമാണ്. അങ്ങനെ ശശി തരൂർ ഏതാണ്ട് കോൺഗ്രസിന് പുറത്തായി കഴിഞ്ഞു. ടെക്നിക്കലി പുറത്തായിട്ടില്ല എന്ന് മാത്രം. ശശി തരൂരിന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി യാതൊരു ബന്ധമില്ല. കോൺഗ്രസിൻ്റെ പരിപാടികളൊന്നും ശശി തരൂർ വരുന്നില്ല. തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രവർത്തനത്തൊന്നും തരൂർ ഉണ്ടായിരുന്നില്ല. BJP അവിടെ ജയിച്ചു കയറിയപ്പോൾ BJPയെ പരസ്യമായി അനുമോദിക്കുകയും ചെയ്തു. അങ്ങനെ തരൂർ കോൺഗ്രസിൽ ഇല്ല എന്ന് കോൺഗ്രസ്സുകാരും താൻ ആ പാർട്ടിയില്ല എന്ന് തരൂരും ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി തരൂരിൻ്റെ അടുത്ത പടി എന്താണ്? തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരക്കേടില്ലാത്ത വിജയമുണ്ടായി. വലിയ വിജയമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാൻ BJPക്ക് സാധിച്ചു. മറ്റു ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലൊന്നും പ്രതീക്ഷിച്ച പോലെ നേട്ടമൊന്നും BJPക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തുകയാണ്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ശശി തരൂർ MP സ്ഥാനം രാജിവെച്ച് BJPയിൽ ചേരുമോ? അങ്ങനെ അതിനുശേഷം 6 മാസം കഴിഞ്ഞ് ഒരു പക്ഷേ ശശി തരൂർ ഇപ്പോൾ രാജിവെച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. അങ്ങനെ വന്നാൽ ശശി തരൂർ പാർലമെന്റിലേക്ക് BJP പിന്തുണയോടെ മത്സരിക്കും. ഇത്തരത്തിലൊരു നീക്കം അതിശക്തമായി നടക്കുന്നുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ശശി തരൂർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ UDF ആ സമയത്ത് നിയമസഭയിലേക്കും മത്സരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ശശി തരൂരിൻ്റെ ഈ കൂറുമാറ്റമൊക്കെ ഒരു പക്ഷേ UDFനെയും കോൺഗ്രസിനെയും ബാധിച്ചേക്കാം. ഇപ്പോൾ നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമ്പോൾ വരും ദിവസങ്ങളിൽ അദ്ദേഹം തലസ്ഥാനത്തെത്തും മറ്റേ BJPയുടെ കൗൺസിലർമാരെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതൊക്കെയാണ് ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ സാക്ഷാൽ ശശി തരൂരിനെ BJP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമോ? അങ്ങനെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തരൂർ രാജി നൽകി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അവിടെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പുണ്ടാവും. അവിടെ BJP പിന്തുണയോടെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി തന്നെ ശശി തരൂർ ഒരുപക്ഷെ മത്സരിച്ചേക്കാം. മത്സരിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ടും BJPയുടെ വോട്ടും കൂടി അദ്ദേഹം ജയിച്ചേക്കാം. ജയിച്ചാൽ അദ്ദേഹം BJP അംഗമായി മോദി ക്യാബിനറ്റിൽ എത്തുകയും ചെയ്തേക്കാം. ഇത്തരത്തിലുള്ളൊരു അനുമാനങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഇത്തരം അനുമാനങ്ങൾ ഇങ്ങനെ പാറി പ്രസരിക്കുകയാണ്. ഏതായാലും ശശി തരൂരിനെ കുറിച്ചൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും തരൂർ ഇനി കോൺഗ്രസിൽ നിൽക്കില്ല. തിരുവനന്തപുരം MP സ്ഥാനത്ത് നിന്ന് തരൂരിൻ്റെ രാജി ഉടൻ നടക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. തരൂരിന് ഏതായാലും കോൺഗ്രസ് നിൽക്കാൻ താല്പര്യമില്ല. കോൺഗ്രസിന് തരൂരിനെ ഉൾക്കൊള്ളാൻ താല്പര്യമില്ല. അപ്പോൾ 2029 വരെ ഈ MP സ്ഥാനം വലിച്ചു നീട്ടേണ്ട യാതൊരു ആവശ്യമുണ്ടോ? അപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ ഈ ഒരു MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് BJP ചേരുന്ന കാര്യം തരൂർ പ്രഖ്യാപിക്കുമെന്നും 3 മാസത്തിനുള്ളിൽ നിയമസഭ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ശശി തരൂർ അവിടെ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ജയിക്കുമെന്നാണ് തരൂരും BJPക്കാരും വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ഇപ്പോൾ വളരെ സജീവമായി കേരളത്തിൽ നടക്കുന്നുണ്ട്.